എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. വളരെ ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളൻകിഴങ്ങും 1 ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. സാധാരണ കുട്ടികൾക്ക് ഈ ബീട്രൂട്ട് കഴിക്കാനായിട്ട് വളരെ മടിയായിരിക്കും അല്ലേ. അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ കഴിപ്പിക്കാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പം എങ്ങനെ വെച്ചാലും കട്ട് ചെയ്യാം കേട്ടോ. നീളത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലോ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്ന് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങും ബീട്രൂട്ടും ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് വെന്ത് കിട്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും അതുപോലെ ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണത്. അപ്പോൾ ഞാൻ ഈ ഒരു കനത്തിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ, മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത്. എന്നും പറയാറുണ്ട് ഞാൻ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക, അതുപോലെ ഓൾ എന്ന ഓപ്ഷനും. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. ബീട്രൂട്ടും ഞാൻ ഇതുപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് ഖനം കുറച്ചല്ല, ഈ ഒരു ഖനത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇത് വെള്ളത്തിലൊന്നുമല്ല വേവിച്ചെടുക്കുന്നത്, വെള്ളമൊന്നും കൊടുക്കാതെയാണ് നമ്മൾ ഈ മെഴുക്കുവരട്ടി തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ. കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങി കഴിക്കും. ലഞ്ച് ബോക്സിൽ കൊടുത്താലും അവരിതാ ഒരു ശകലം പോലും അത് കളയില്ല, ഊണൊക്കെ കഴിച്ചോളും. ഇനി അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് വളരെ കുറച്ച് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. കാരണം മെഴുക്കുവരട്ടിയുടെ കഷ്ണം നോക്കിയിട്ട് നമ്മൾ ഉപ്പിടരുത്. മെഴുക്കുവരട്ടി തയ്യാറാക്കി കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറയും, അപ്പോൾ ഉപ്പ് കൂടിപ്പോവും. അതുകൊണ്ട് അത് നോക്കിയിട്ട് മാത്രം കറക്റ്റ് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കഷ്ണത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. ഇനി ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ തന്നെ ഒന്ന് വയ്ക്കുക. അതിനുശേഷം വേണം നമ്മളിതൊന്ന് മെഴുക്കുവരട്ടി തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതുപോലെ തയ്യാറാക്കാത്തവർ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഇനി ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ മെഴുക്കുവരട്ടിക്കൊക്കെ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കിട്ടുക. 1.25 ടേബിൾ സ്പൂൺ അത്രേ ചേർത്തിട്ടുള്ളൂ കേട്ടോ വെളിച്ചെണ്ണ. അതിനുശേഷം നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ചെറിയ ജീരകമല്ല നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 20 എണ്ണെങ്കിലും എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ചേർക്കുമ്പോൾ നമ്മുടെ ഈ മെഴുക്കുവരട്ടിക്ക് ടേസ്റ്റ് അല്പം കൂടും. ഇനി പച്ചമുളക് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് എരിവ് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. ഇത് അത്ര എരിവുള്ള പച്ചമുളകല്ല, അതുകൊണ്ട് ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. നെടുവേ ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ചെറിയുള്ളിയുടെയും പച്ചമുളകിൻ്റെയും കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളൻകിഴങ്ങും ബീട്രൂട്ടും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇളക്കി യോജിപ്പിക്കാനായിട്ട്. അതിനുശേഷം നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളക് ഒന്ന് ചതച്ചെടുത്തത്. ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ വറ്റൽമുളക് എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് ചേർത്ത് കൊടുക്കുക. അതിപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വെള്ളമൊന്നും ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഉരുളൻകിഴങ്ങും അതുപോലെ ബീട്രൂട്ടും തിരുമ്മി വെച്ചപ്പം അതിനകത്തുനിന്ന് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അതും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഇത് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മളിതുപോലെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല, വെളിച്ചെണ്ണയും അധികം ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അടി പിടിക്കാതെ നോക്കണം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ തുറന്ന് നോക്കി. നമ്മുടെ ബീട്രൂട്ടും അതുപോലെ തന്നെ പൊട്ടറ്റോയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ മെഴുക്കുവരട്ടിയുടെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുക. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അവർ ചോദിച്ച് വാങ്ങി കഴിക്കും, അത്ര ടേസ്റ്റാണ് ഇതിന്. ബീട്രൂട്ടൊക്കെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കില്ല. പക്ഷേ പൊട്ടറ്റോയും കൂട്ടിയിട്ട് നമ്മൾ മെഴുക്കുവരട്ടി തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറും. ഇനി അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു 2 സെക്കൻഡും കൂടി ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ബീട്രൂട്ട് പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും വളരെ ഇഷ്ടമാവും. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത്. അതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ.
മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.